എന്തായിരുന്നു, എന്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്? ആദ്യം ഉണ്ടായത് 7 മഹർഷിമാര് അല്ലെ? ഓർമ്മ ഉണ്ടോ? അതിനെ കുറിച്ച് പറഞ്ഞ ഓർക്കണ്ടോ? 7 മഹർഷിമാർ ആദ്യം ഉണ്ടായി. അതുപോലെ പിന്നെ 4 മനുക്കൾ ഉണ്ടായി. അപ്പൊ അവരൊക്കെ എന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ മാനസപുത്രന്മാരായി ജനിച്ചവരാണ് എന്ന് പറഞ്ഞു. ഉം. പിന്നെ അവർക്ക് ജനിച്ചതാണ് ലോകത്ത് കാണപ്പെടുന്ന എല്ലാ എല്ലാ പ്രജകളും. മറ്റെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇവർക്കാണ്. ഈ 7 മഹർഷിമാർക്കും 4 മനുക്കൾക്കും ഉണ്ടായതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു നിർത്തിയത് അല്ല കഴിഞ്ഞ ശ്ലോകത്തിൽ. അത് ഈ പ്രപഞ്ചം മുഴുവനും അങ്ങനെയാണെന്നാണ്. ഇവിടെ പ്രജകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യര് മാത്രമല്ല, എല്ലാം പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട്, എല്ലാ ഘടകങ്ങളും അവർക്കുണ്ടായത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ സൃഷ്ടിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇത് ഒന്നുകിൽ ഈ പറഞ്ഞ തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് തത്വരൂപങ്ങളായിട്ടാണെങ്കിലും അല്ലെങ്കിലും ശരിക്കും ഋഷിമാരുടെയും മനുക്കളുടെ രൂപത്തിലായാലും ഏത് രൂപത്തിലായാലും ഒരേ പരമാത്മാവ് തന്നെ. പരമാത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് സങ്കല്പം കൊണ്ട് പലതായി പല രൂപത്തില് വേർതിരിയുന്നതാണ് സൃഷ്ടി. അതാണ് സൃഷ്ടിയുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരേ പരമാത്മതത്വം തന്നെ പലതായിട്ട് കാണപ്പെടുകയാണ്. മനസ്സിലായോ? അതാണ് ഈ ഒരു സത്യം ആരാണോ വ്യക്തമായിട്ട് ഇത് കണ്ടെത്തുന്നത്, അയാളാണ് സത്യം കണ്ടെത്തുന്ന ആള് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ എന്തെല്ലാം രൂപങ്ങൾ നമ്മൾ വേറെ വേറെ കാണുന്നുണ്ടോ, അതൊക്കെ യഥാർത്ഥത്തിൽ ഒരൊറ്റ ആള് പല വേഷം കെട്ടി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് രമണ മഹർഷിയുടെ ഒരാള് ചോദിച്ചു, ഭഗവാൻ അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ അങ്ങ് എന്താണ് ചോദിക്കുക എന്ന് ചോദിച്ചു അത്ര രമണ മഹർഷിയോട്. അപ്പൊ രമണ മഹർഷി മറുപടി പറഞ്ഞു, വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാന്ന് ഞാൻ പറയുമെന്ന് ഈശ്വരനോട്. കാരണം ഏത് രൂപത്തിൽ വന്നാലും അതൊക്കെ വേഷം കെട്ടലാ. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ കാണുന്ന രൂപങ്ങൾ മുഴുവൻ ഒരൊറ്റ പരമാത്മതത്വം വേഷം കെട്ടി നിൽക്കുകയാണ് എന്നാണ്. അത് അടുത്ത ശ്ലോകത്തില് അതാണ്. അപ്പൊ അതാണ് സത്യം. അപ്പൊ ഈ ഒരു സത്യം ആരാണ് കണ്ടെത്തുന്നത്, ആർക്കാണ് ഇത് അറിയാൻ പറ്റുന്നത്, അയാളാണ് ശരിക്കും സത്യം കണ്ടെത്തിയ ആള് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയണം. അപ്പൊ 7ാമത്തെ ശ്ലോകം ചൊല്ലി. ഏതാം വിഭൂതിം യോഗം ച മമയോ വേതി തത്വതഃ സോ അവിഗംബേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. അടുത്ത ശ്ലോകത്തിൽ പറയണം ഭഗവാൻ. ഇതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ്? ഏതാം വിഭൂതിം യോഗം ച മമയോ വേതി തത്വതഃ സോ വികമ്പേന യോഗേന യുജ്യതേ നാത്ര സംശയഃ എന്ന് പറയും. അപ്പോ മമ എന്ന് പറഞ്ഞാൽ എന്റെ എന്ന് പറഞ്ഞാൽ പരമാത്മാവായ എന്റെ ഏതാം വിഭൂതി എന്ന് പറഞ്ഞാൽ ഈ വിധത്തില്, ഈ നേരത്തെ പറഞ്ഞ രൂപത്തില് വിവിധ രൂപങ്ങളെ അംഗീകാരം, യോഗം ച അതിലുള്ള ആ രൂപത്തിലുള്ള എന്റെ സ്ഥിതി, യഹ തത്വത വേത്തി ആരാണ് ആ സത്യബോധത്തോടുകൂടി അറിയുന്നത്, സഹ എന്ന് പറഞ്ഞാൽ അയാള്, അയാൾക്ക് എന്താ സംഭവിക്കുക? അവികമ്പേന യോഗേന, അവികമ്പേന എന്ന് പറഞ്ഞാൽ സംശയമില്ലാത്ത രീതിയിൽ യോഗ്യന യോഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനുഭവത്തോട് എടുക്കുക. ബ്രഹ്മാനുഭവത്തോട് യുജ്യതയെ, ബ്രഹ്മാനുഭവത്തോട് കൂടിയനായി ഭവിക്കുന്നു എന്നാണ്. അത്ര തന്നെ സംശയ, ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് പറയുന്നത്. പരമാത്മാവായ എന്റെ ഈ വിധത്തിലുള്ള രൂപങ്ങളെ ആരാണ് അംഗീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ രൂപങ്ങളൊക്കെ എന്റെ തന്നെ രൂപങ്ങളാണെന്ന് ആർക്ക് തിരിച്ചറിയാൻ പറ്റുന്നു? ആരാണോ അംഗീകരിക്കുന്നത്. അതുപോലെ ഈ രൂപങ്ങളിലുള്ള എന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഞാനാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആരാണോ ആ വസ്തുബോധത്തോടു കൂടി അറിയുന്നത്, അയാള് ഒരു സംശയവുമില്ലാത്ത രീതിയിൽ ബ്രഹ്മാനുഭവത്തോടു കൂടിയവനായി ഭവിക്കുന്നു. ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ കാണുന്ന രൂപങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഒരേ ഒരു പരമാത്മാവിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അതിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് പരമാത്മ തത്വം തന്നെയാണ്. ഇതാരാണ് അറിയുന്നത്? സംശയമില്ലാത്ത രീതിയിൽ അല്ലെ, ആരാണോ അറിയുന്നത് അയാൾക്ക് ബ്രഹ്മാനുഭവം ഉണ്ടാവും, ഇതിലൊരു സംശയവും വേണ്ട. സ്വവികമ്പേന യോഗേന, അപ്പോ എല്ലാ രൂപങ്ങളിലും അല്ലെ, വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ
പരമാത്മാവാണുള്ളത്. അതിന്റെ സ്ഥിതി, അതിനകത്ത് മുഴുവൻ പരമാത്മാവിന്റെ സ്ഥിതി, അത് ആർക്കാണോ ആ വസ്തുബോധത്തോടുകൂടി ഗ്രഹിക്കാൻ സാധിക്കുന്നത് അവർക്ക് ഉറപ്പായിട്ടുള്ള ബ്രഹ്മനിഷ്ഠ കൈവരും എന്നാണ് പറയുന്നത്. അവർക്ക് ബ്രഹ്മനിഷ്ഠ കൈവരും. അപ്പൊ നേരത്തെ പറഞ്ഞു ഋഷികള് മനുക്കള് ഒക്കെ എന്നിൽ നിന്നുണ്ടായതാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഋഷിമാരും മനുക്കളും ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്, അവരൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ആരാണ് ഉണ്ടായിരുന്നത്? പരമാത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെ? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ആദ്യം ബ്രഹ്മാവിന് സൃഷ്ടി നടത്തി, ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. അപ്പൊ ബ്രഹ്മാവിനെ ജ്ഞാനം ഉപദേശിക്കുമ്പോ ഭഗവാൻ ആദ്യം പറഞ്ഞ കാര്യം അതാണ്. മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയൊക്കെ നടക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പശ്ചാത്തലം, അതിനുശേഷം സൃഷ്ടിയൊക്കെ നടന്നതിന് ശേഷം അപ്പോഴും ഉള്ളത് ഞാൻ മാത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സൃഷ്ടിയുടെ രൂപത്തിൽ വേറെ വേറെ കണ്ടുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ എന്നെ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ അത് ആരാണോ കാണുന്നത് അവർക്ക് ഉറപ്പായ അവരുടെ ബ്രഹ്മനിഷ്ഠ ഉറയ്ക്കുന്നതാണ്. അപ്പൊ ഋഷിമാരും മനുക്കളാണ് ആദ്യം ഉണ്ടായത് എന്ന് പറഞ്ഞു. സപ്തർഷികള് മനുക്കളാണ് ആദ്യം ഉണ്ടായത് എന്ന് പറഞ്ഞു. പക്ഷെ അവരുണ്ടാവുന്നതിന് മുമ്പും ഉണ്ടായത് പരമാത്മാവ് മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പരമാത്മാവിലൊരു സങ്കല്പമുണ്ടായി, അങ്ങനെ ഒരു സ്പന്ദനമുണ്ടായി, ആ ബോധത്തിലൊരു സ്പന്ദനമുണ്ടായി. അതിനെ തുടർന്ന് ഋഷിമാര് മനുക്കള് അതൊക്കെ ഉണ്ടായി. പിന്നെ അതിനെ തുടർന്ന് മറ്റെല്ലാ പ്രപഞ്ച ഘടകങ്ങളും ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സങ്കല്പം കൊണ്ട് പലതാവാനായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത് പരമാത്മാവ് മാത്രമാണ്. അപ്പൊ ഏതൊരു വസ്തുവാണ് പല രൂപമായിട്ട് നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പരമാത്മാവ് തന്നെയാണ്. ആ ഒരു സത്യം തന്നെയാണ് പലതായിട്ട് ഇവിടെ അങ്ങനെ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത് എന്താണ്? അപ്പൊ ആ ഋഷിമാര് മനുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ആരാണ്? പരമാത്മാവ് തന്നെയാണ് ഓരോ രൂപത്തില് വേഷം കെട്ടി വന്നു നിൽക്കുന്നത്. പരമാത്മാവ് തന്നെയാണ്. ഇനി അവർക്ക് ശേഷമുണ്ടായ പ്രജകളോ, നേരത്തെ പറഞ്ഞു മനുക്കൾക്കും അല്ല ഋഷിമാർക്കും ഉണ്ടായ പ്രജകള്, അപ്പൊ അവരും പരമാത്മാവിന്റെ വ്യത്യസ്ത രൂപങ്ങൾ തന്നെയാണ്. അപ്പൊ എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ കാണുന്ന ഈ നാമരൂപങ്ങളില് അല്ലെങ്കിൽ പ്രജകളില് പരമാത്മാവിൻ്റെതല്ലാത്ത വേറെ എന്തിൻ്റെയെങ്കിലും ഒരു സ്ഥിതി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒട്ടുമില്ല. പരമാത്മസ്ഥിതി മാത്രമാണ് എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതൊക്കെ രൂപവികാരങ്ങൾ എന്നാണ് പറയുന്നത്. ഒരേ വസ്തു തന്നെ അതിന് രൂപവികാരം സംഭവിച്ചതാണ്. അപ്പൊ ആ വസ്തുവിന് രൂപമാറ്റം ഉണ്ടായാലും രൂപവികാരം ഉണ്ടായാലും അത് യഥാർത്ഥത്തിലുള്ള വസ്തുവിനെ അതല്ലാതാക്കി മാറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതില്ലാതായിട്ടല്ല മറ്റു രൂപങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിൽ തന്നെയുള്ളൊരു പ്രതിഭാസമാണ് മറ്റു രൂപങ്ങൾ, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ രൂപം ഇല്ലാതെ ആയിട്ട് വേറൊന്നായി പ്രത്യക്ഷപ്പെടുകയല്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ട്? പിടികിട്ടിയ? ഇപ്പോ സ്വർണത്തിൽ നിന്ന് സ്വർണം കൊണ്ടുള്ള മാല ഉണ്ടാവുന്നു, വള ഉണ്ടാക്കുന്നു. അതൊക്കെ രൂപവികാരങ്ങളാണ്, അല്ലെ? സ്വർണത്തിലൊരു രൂപം വന്നതാണ്. പക്ഷെ സ്വർണം കൊണ്ട് അങ്ങനെയുള്ള വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടായാലും ആ രൂപങ്ങൾ സ്വർണം തന്നെയാണ്, അല്ലെ? ശരിയല്ല? സ്വർണം കൊണ്ടൊരു വള ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വള സ്വർണമല്ലാതാവുന്നില്ല, സ്വർണം തന്നെയാണ്. അതിന്റെ രൂപത്തിലൊരു മാറ്റം വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതേപോലെയാണ് ഇവിടെയുള്ള എല്ലാ രൂപങ്ങളും ആ പരമാത്മ തത്വം തന്നെ രൂപാന്തരം പ്രാപിച്ചതാണ്. അതിലുണ്ടാവുന്ന പ്രതിഭാസമാണ്. ഇപ്പോ നമ്മൾക്കൊക്കെ അറിയാലോ, H2O അല്ലെ? ഓക്സിജനും ഹൈഡ്രജനും കൂടിയാണ് വെള്ളം ഉണ്ടാകുന്നത്. വെള്ളമാണ്, ഓക്സിജനും ഹൈഡ്രജനും കൂടി ചേർന്ന് വെള്ളം ഉണ്ടാവും. അപ്പോ വെള്ളമായി കഴിഞ്ഞാൽ, ഓക്സിജനും ഹൈഡ്രജനും കൂടി ചേർന്ന് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ അത് ഓക്സിജനും ഹൈഡ്രജനും അല്ലാതായി മാറുന്നില്ല. ശരിയല്ല? വെള്ളം എന്ന് പറഞ്ഞാൽ ഓക്സിജനും ഹൈഡ്രജനും തന്നെ, H2O. ഹൈഡ്രജന്റെ 2 തന്മാത്രയും ഓക്സിജന്റെ 1 തന്മാത്രയും ചേർന്നാണ് വെള്ളം. അപ്പൊ അത് വെള്ളമായി കഴിഞ്ഞാലും ആ വെള്ളവും ഹൈഡ്രജനും ഓക്സിജൻ തന്നെയാണ് യഥാർത്ഥത്തിൽ. അതല്ലാതെ ആവുന്നില്ല. അപ്പൊ അതേപോലെ തന്നെയാണ് അത് വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും നമുക്ക് പറഞ്ഞു തരികയാണ്. കാരണം ഈ സത്യം ഉള്ളിൽ ഉറക്കാൻ വലിയ പാടാ, അല്ലെ? ഉറച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. അപ്പോ ഇതിനെ തന്നെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളെങ്ങനെ പറഞ്ഞ് ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ പറയാ കയറ്റി തരികയാണ്. അപ്പോ അതേപോലെ തന്നെയാണ് ഈ പരമാത്മ തത്വം തന്നെയാണ് പല രൂപങ്ങളായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഈ പല രൂപങ്ങളാവുമ്പോഴും പരമാത്മ തത്വത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ്. പക്ഷെ
രൂപം മാറിയത് കൊണ്ട് എന്താണ്, വ്യാവഹാരിക തലത്തില് ഓരോ രൂപത്തിനും ഓരോ ഉപയോഗം ഉണ്ടായി എന്ന് വരാം എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കാം. ഓരോ രൂപത്തിന് അതിൻ്റെതായ ഒരു ഉപയോഗങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷെ വസ്തു പഴയത് തന്നെയാണ്. ഇത് വിചാരം ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് ബോധ്യപ്പെടാത്തത് എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, വിചാരം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാവും. പുറമേക്ക് കാണുന്ന വ്യത്യസ്തങ്ങളെ രൂപങ്ങളെ കൊണ്ട് വ്യത്യസ്തങ്ങളെ ഉപയോഗങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാം. പക്ഷെ അതുകൊണ്ട് വസ്തുവിന് യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പൊ ഇങ്ങനെ എന്താണ് ഈ കാര്യകാരണങ്ങള് ചിന്തിക്കുമ്പോ, അല്ലെ, അതില് ഒന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിചാരം ചെയ്ത് ബ്രഹ്മത്തിന്റെ തന്നെ രൂപവികാരങ്ങളായിരിക്കുന്ന പ്രജകള് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച ഘടകങ്ങള്, അതിലൊക്കെ യഥാർത്ഥത്തിൽ വസ്തു എന്ന് പറയുന്നത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കലാണ്, ഇത് ധരിക്കലാണ് ഈ വിഭൂതിയെ കുറിച്ചും യോഗത്തെ കുറിച്ചുള്ള തത്വപരമായ അറിവ് എന്ന് പറഞ്ഞാൽ അതാണ് എന്നാണ്. മനസ്സിലായി? അപ്പൊ ഇവിടെ എന്തൊക്കെ രൂപങ്ങൾ വ്യത്യസ്തമായ തലത്തിൽ കാണപ്പെടുന്നുണ്ടോ അതിൽ മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഒരേ വസ്തു മാത്രമാണ്, ബ്രഹ്മം മാത്രം. ഇതാണ് തത്വപരമായ അറിവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതറിയുന്ന ഒരാൾക്ക് ഒരു സംശയവുമില്ലാത്ത രീതിയിൽ ബ്രഹ്മാനുഭവത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല, അങ്ങനെ അത് അറിയുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ ഹൃദയം, അതിൽ ഭേദചിന്തകളെല്ലാം പോവും, ഹൃദയം ശുദ്ധമാവും എന്നാണ് പറയുന്നത്. ചിത്തമാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെടും, ചിത്തം ശുദ്ധമാവും. അപ്പൊ ചിത്തം ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? ഞാൻ ആത്മാവാണ് ഞാൻ എന്ന അനുഭവം ഉണ്ടാവും. ആത്മാവ് പറഞ്ഞാൽ ആത്മാവിന്റെ സ്വരൂപം എന്താണ്? ആനന്ദബോധഘനമാണ് ആത്മാവ്, സച്ചിദാനന്ദം, അല്ലെ? ആ ആനന്ദബോധഘനമായ ആത്മാവാണ് ഞാന് എന്ന് സ്വയം അനുഭവത്തിൽ വരും എന്നാണ് പറയുന്നത്. അത് അനുഭവിക്കാൻ തുടങ്ങും എന്നാണ്. അപ്പൊ ആത്മാവായിരിക്കുന്ന ഞാൻ തന്നെയാണ് ബ്രഹ്മത്തിന്റെ രൂപത്തില് എല്ലായിടത്തും നിറഞ്ഞ് പ്രകാശിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ബോധ്യമാവുന്നതാണ്, അനുഭവിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് അവികമ്പമായ യോഗം എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ ബ്രഹ്മാനുഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെ? ഞാൻ ആ ആത്മാവാണ്, ആ സച്ചിദാനന്ദം, അല്ലെ, ആയിട്ടുള്ള ആത്മാവാണ് ഞാനെന്ന് അനുഭവിക്കുന്നു. തുടർന്ന് ഈ ഞാൻ തന്നെയാണ് ബ്രഹ്മാവിന്റെ രൂപത്തിൽ എല്ലായിടത്തും പ്രകാശിച്ച് നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതാണ് ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത സംശയം ഇതാണ് പറയാൻ പോകുന്നത്. അപ്പൊ സിദ്ധാന്തപരമായിട്ട് വസ്തുബോധം ഉണ്ടായി എന്ന് വിചാരിക്കുക. സിദ്ധാന്തപരമായിട്ട് ബുദ്ധിയുടെ തലത്തിൽ സത്യം എന്താന്നുള്ളത് ബോധം വന്നു. അപ്പൊ അങ്ങനെ അത് സത്യബോധം ഉണ്ടായി. പക്ഷെ ഇനി ഏത് രീതിയിലാണ് ആ അനുഭവത്തിലെത്താൻ പറ്റുക, സത്യ അനുഭവത്തിലെത്താൻ പറ്റുക? ആദ്യം ബുദ്ധിയുടെ തലത്തിൽ അത് വന്നു, പക്ഷെ ഇനി അത് അനുഭവിച്ചറിയണം. അപ്പൊ എങ്ങനെ ഭജിച്ചാലാണ് അത് അനുഭവിച്ചറിയാനായിട്ട് പറ്റുക? അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ ഭജിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലായിടത്തും ഈശ്വരനെ കണ്ടുകൊണ്ട് സർവത്ര ഈശ്വര ഭാവന പുലർത്താനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അവിടെ കാണുന്നുണ്ടോ അതൊക്കെ ഈശ്വരനാണ്. അത് കാണുമ്പോൾ എങ്ങനെ ഭജിക്കണം എന്ന് ചോദിച്ചാൽ, നിഷ്കാമമായിട്ട്, തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ ഇത് മുഴുവൻ ഈശ്വരാണ്. ഈശാവാസ്യമിതം സർവം യാതൊന്ന് കാൺപതു നാരായണ പ്രതിമ. അപ്പൊ അതൊക്കെ നിഷ്കാമമായിട്ട് എല്ലായിടത്തും ഈശ്വരനെ ഭാവിക്കുക, ആ ഈശ്വര ഭാവന വളർത്തുക. അങ്ങനെ ഭജിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ അനുഭവത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ അടുത്ത 4 ശ്ലോകങ്ങളിൽ ഈ നിഷ്കാമമായിട്ടുള്ള ഭജനം എങ്ങനെയാണ്, അതിന്റെ സ്വരൂപം, അതിന്റെ ഫലം എന്തായിരിക്കും എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത്. അപ്പൊ 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന നിഷ്കാമ ഭജനം എങ്ങനെ ഉണ്ടാവണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു ഭജനത്തിന്റെ സ്വരൂപമാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അപ്പൊ 8ാമത്തെ ശ്ലോകം ചൊല്ലി. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ഉദാഭാവസമന്വിതഃ. അപ്പൊ അടുത്ത ശ്ലോകത്തിൽ ആ എങ്ങനെ ഭജിക്കണം എന്നുള്ളതാണ്, ഭജനയുടെ സ്വരൂപം എന്താണെന്ന് പറയാം. അഹം സർവസ്യ പ്രഭവഃ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവ സമന്വിതഃ. എന്താണ് അഹം എന്നാൽ പരമാത്മാവായ ഞാന്. അഹം പറഞ്ഞാൽ ഞാന്. അപ്പൊ എങ്ങനെയുള്ള ഞാൻ? പരമാത്മാവിരിക്കുന്ന ഞാൻ. സർവസ്യ പ്രഭവഃ എന്നാൽ എല്ലാറ്റിന്റെയും സോഴ്സാണ് ഞാൻ. കാരണം എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ്.
എല്ലാറ്റിന്റെയും ഉറവിടമാണ് ഞാൻ. സർവം, അതുപോലെ എല്ലാം, മത്തഹ പ്രവർത്തതി, എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുക, എന്നിൽ നിന്ന് ചലിക്കുകയാണ്. അപ്പൊ എല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നിൽ നിന്നാണ്, എല്ലാറ്റിന്റെയും ഉറവിടം ഞാനാണ്, എല്ലാം പ്രവർത്തിക്കുന്നത് എന്നിൽ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇതി മത്വ എന്ന് പറഞ്ഞാൽ ഇത് വിചാരം ചെയ്തറിഞ്ഞ ബുധാഹ, ബുധ എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവര്, അറിവുള്ളവര്, ജ്ഞാനികള്, അവർക്ക് എന്താ സംഭവിക്കുക? ഭാവസമന്വിതാഹ, അവരെല്ലായിടത്തും എന്നെ തന്നെ ഭാവന ചെയ്ത് കാണുന്നു. പിന്നെയോ മാം ഭജന്റെ, പരമാത്മാവ് എന്നെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് എങ്ങനെ ഭജിക്കണം എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ സത്യം എന്താണ്? പരമാത്മാവായ ഞാൻ എല്ലാറ്റിന്റെയും ഉറവിടമാണ്. അപ്പൊ എല്ലാം തന്നെ എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, എന്നിൽ നിലനിന്നുകൊണ്ടാണ് ഇവിടെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഈ തിരിച്ചറിവുണ്ടാവും. അങ്ങനെ വിചാരം ചെയ്ത് ഇത് തിരിച്ചറിഞ്ഞ വിവേകികള് അവരെന്താ ചെയ്യുന്ന? അവരെല്ലായിടത്തും എന്നെ തന്നെ ഭാവന ചെയ്തുകൊണ്ട് പരമാത്മാവായി എന്നെ ഭജിക്കുന്നു എന്നാണ്. അപ്പൊ ഭഗവാൻ എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്നാണ് പറയുന്നത്. എല്ലായിടത്തും ഭഗവാനെ തന്നെ കണ്ടുകൊണ്ട് ഭജിക്കുക. അപ്പൊ വിചാരം ചെയ്ത് ഇത് അറിഞ്ഞ വിവേകികൾ അങ്ങനെയാണ് ഭജിക്കുന്നത്. അവരെന്തൊക്കെ അവിടെ കാണുന്നുണ്ടോ അതിലൊക്കെ അവര് എന്നെയാണ് കാണുന്നത് എന്നാണ്. ബുധാ ഭാവസമന്വിതാഹ. അപ്പൊ നമ്മള് ഇവിടെ ഒരു കാര്യത്തിന് ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ ഒരു ചെയിൻ പോലെയാണത്. ഒന്നിന്റെ കാരണം ഒന്ന്, അതിന്റെ കാരണം മറ്റൊന്ന്, അതിന്റെ കാരണം മറ്റൊന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ പിന്തുടർന്ന് കാര്യകാരണങ്ങളെ പിന്തുടർന്ന് പോകുമ്പോൾ ഒരു സത്യത്തിൽ നമ്മൾ എത്തും. എന്താണ്? എല്ലാറ്റിന്റെയും ഇനി ഒന്നിന്റെ കാരണം ഇല്ലാത്തൊരു കാര്യം ഉണ്ടാവും. അതാണ് പരമാത്മത. അതാണ് അതിന് പരമകാരണം എന്നാണ് പറയുക. പരമകാരണം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാറ്റിനും കാരണമായിരിക്കുന്നതാണ് പരമകാരണം. അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് കാരണം ഉണ്ടാവില്ല. അതിനൊരു കാരണമില്ല. പരമാത്മാവിന് എന്താ കാരണം? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ. പരമാത്മാവിന് പരമാത്മാവ് തന്നെയാണ് കാരണം. അതിനെ തുടർന്ന് അന്വേഷിച്ചു പോയാൽ വേറെ എവിടെയും എത്താൻ പറ്റില്ല. കാരണം അതാണ് ലാസ്റ്റ്, ഫൈനൽ എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് അതിന് പരമകാരണം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാറ്റിനും പരമകാരണം ബ്രഹ്മമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സൃഷ്ടിയുടെ പൂർണ്ണ രഹസ്യം അറിയാൻ കഴിഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. എല്ലാറ്റിനും ഈ നിലനിൽപ്പിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതിന്റെ അസ്തിത്വത്തിന്റെ പൂർണ്ണ രഹസ്യം അറിയാനിടയാവും എന്നാണ്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാറ്റിന്റെയും സോഴ്സ് ബ്രഹ്മമാണ്. എല്ലാം ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ്. എല്ലാം നിലനിന്ന് ചലിക്കുന്നതും ബ്രഹ്മത്തിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായി ബ്രഹ്മത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായത് ബ്രഹ്മം തന്നെയാണല്ലോ, അല്ലെ? സ്വർണത്തിൽ നിന്ന് ഉണ്ടായ നാമരൂപങ്ങളൊക്കെ സ്വർണം തന്നെയാണ്. അതുപോലെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഇത് ബുദ്ധിയുടെ തലത്തിൽ വിചാരം ചെയ്ത് അറിയുന്ന വിവേകികള്, വിചാരം ചെയ്താലേ അറിയുള്ളൂ. അപ്പൊ അവർക്ക് ബുദ്ധിയുടെ തലത്തിലാണ് ആദ്യം അത് അറിയാനായിട്ട് പറ്റുക. അപ്പൊ അങ്ങനെ വിചാരം ചെയ്ത് ബുദ്ധിയുടെ തലത്തില് ഇതാണ് സത്യം എന്ന് അവർ തിരിച്ചറിയുന്നു. പിന്നെ അവരെന്താ ചെയ്യുന്നത്? ഇത് അനുഭവിക്കാനുള്ള പ്രയത്നം തുടരണം എന്നാണ് പറയുന്നത്. ആ ബുദ്ധിയുടെ തലത്തിൽ അറിഞ്ഞതെല്ലാം ബ്രഹ്മമാണ് എന്ന് ബുദ്ധിയുടെ തലത്തിൽ അറിഞ്ഞ ആ അറിവിനെ സാക്ഷാത്കരിക്കാനായിട്ടുള്ള പ്രയത്നം, അതിനെ അനുഭവിക്കാനുള്ള യത്നമാണ് പിന്നെ തുടരേണ്ടത് എന്നാണ്. അതുകൊണ്ട് അവരെന്താ ചെയ്യുക? അത് അനുഭവിക്കാനായിട്ട് അവർ ഭാവസമന്വിതന്മാരായി ഭവിക്കുന്നു എന്നാണ്. എന്താ ഈ ഭാവസമന്വിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭാവസമന്വിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പുറമേയുള്ള രൂപങ്ങൾ, പുറമേ കാണുന്ന രൂപങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മനസ്സ്, അല്ലെ? അതൊക്കെ വേറെയാണ്, അത് വേറെ, ഇത് വേറെ, ഇത് വേറെ, ഒക്കെ വേറെ വേറെ രൂപങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക മനസ്സിന്റെ താല്പര്യം അതൊക്കെ വേറെ വേറെ ആയിട്ട് കാണാനാ. അപ്പോ അങ്ങനെയുള്ള മനസ്സിനെ പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? ഇതൊക്കെ ഒരേ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് എന്ന് ഭാവന ചെയ്യാൻ ആവർത്തിച്ച് പഠിപ്പിക്കണം. ഈ ഭാവസമന്വിതത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. മനസ്സിനെ പഠിപ്പിക്കണം, മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെ? അത് വേറെ രൂപമാണ്, ഇത് വേറെ രൂപമാണെന്നൊക്കെ മനസ്സ് കാണുമ്പോ ഉള്ളിൽ സ്വയം പറഞ്ഞു പഠിപ്പിക്കണം. അതും ബ്രഹ്മമാണ്, ഇതും ബ്രഹ്മമാണ്, ഇതും ബ്രഹ്മമാണ്. മനസ്സിലായോ? അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പഠിപ്പിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. ഇനി ഈ ഭാവന ഇതൊരു പ്രാക്ടീസാണ്, ഇതൊരു അഭ്യാസമാണ്. ഇത് ഉറക്കും തോറും എന്താ ചെയ്യാ? ഭേദചിന്ത പോവാൻ തുടങ്ങും. ഇതൊക്കെ വേറെ വേറാണെന്നുള്ള ചിന്ത പോവാൻ തുടങ്ങും. ആ വേറെ വേറെ ചിന്ത പോകുമ്പോ
ഹൃദയം ശുദ്ധമാവും, ചിത്തം ശുദ്ധമാവും. എന്തുകൊണ്ട് ചിത്തം ശുദ്ധമാവുന്ന? ഇതൊക്കെ വേറെ വേറെയാണെന്നുള്ള തോന്നൽ ഉണ്ടാവുമ്പോഴാണ് അതിനോട് രാഗദ്വേഷങ്ങൾ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ രാഗദ്വേഷങ്ങളാണ് അശുദ്ധി എന്ന് പറയുന്നത്. മനസ്സിന്റെ, ചിത്തത്തിന്റെ അശുദ്ധി എന്ന് പറയുന്ന രാഗദ്വേഷങ്ങളാണ്. അതിനെ തുടർന്നുണ്ടാവുന്ന ചിന്തകളും വികാരങ്ങളും. അപ്പോ ഇതെല്ലാം ഒന്നാണ് എന്ന് അത് പ്രാക്ടീസ് ചെയ്യും തോറും ആ ഭേദചിന്ത അകലാൻ തുടങ്ങും, അല്ലെ? എന്ന് പറഞ്ഞാൽ ഒന്നാണ് എന്നുള്ള ചിന്ത വരാനായിട്ട് തുടങ്ങും. അപ്പൊ ഹൃദയം ശുദ്ധമാവും. ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കുക? ആ ആനന്ദമായിരിക്കുന്ന ആ സത്യം ഉള്ളിൽ തെളിയാൻ തുടങ്ങും. അഖണ്ഡമായ, അല്ലെ, ആനന്ദ സ്വരൂപമായ വസ്തു ഉള്ളിൽ തെളിയാനായിട്ട് തുടങ്ങും എന്നാണ് പറയുന്നത്. പിന്നെന്താ സംഭവിക്കുക? പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിലും എന്താ ചെയ്യുക? ആ ഉള്ളിലുള്ള മറ്റു വിഷയങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ നീക്കം ചെയ്ത് ഇതാണ് പിന്നെ ഭാവന ചെയ്യുന്നതാണ് ഞാൻ ആ അഖണ്ഡമായ ആനന്ദബോധ വസ്തുവാണ്, സച്ചിദാനന്ദമാണ്. ഇത് ഭാവന ചെയ്ത് മനസ്സിനെ അഖണ്ഡമായിരിക്കുന്ന ബ്രഹ്മരൂപം അഭ്യസിപ്പിക്കണം എന്നാണ് പറയുന്നത്. അത് തന്നെ ഭാവന ചെയ്യുക. ഇതാണ് ഭാവസമന്വിതത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇതാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഉള്ളിൽ അത് ഉറപ്പിക്കുക, ഞാനതാണ് എന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പുറമേയുള്ള വിഷയങ്ങൾ, പുറമേ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്നുള്ള ഭാവന ഉറക്കും തോറും എന്താ സംഭവിക്കുക? മനസ്സ് തന്നെ ആ ആ ആ സ്വരൂപത്തിലേക്ക് വരാൻ തുടങ്ങും. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ അഖണ്ഡമായ ആ രൂപത്തിലേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ അത് ഉറയ്ക്കുന്നതോടുകൂടി പുറമേ ഉള്ള വിഷയങ്ങൾ, പുറമേ കാണുന്ന രൂപങ്ങളില് ഇതൊക്കെ ബ്രഹ്മമാണെന്നുള്ള ഭാവന ശക്തിപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ അതിലൂടെ എന്താ സംഭവിക്കുക? പിന്നെ ആ ഒരു വൃത്തിയുമില്ലാത്ത, ഒരു പ്രവൃത്തിയുമില്ലാത്ത, ഒരു ചലനവുമില്ലാത്ത ആ വസ്തുസ്ഥിതി എന്ന് പറഞ്ഞാൽ നിർവികൽപമായ ബ്രഹ്മാനുഭവം അത് വളരെ നാച്ചുറലായിട്ട് വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഭാവസമന്വിതന്മാരുടെ ബ്രഹ്മഭജനം പറഞ്ഞാൽ ഇതാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതല്ല, ഇത് നിർഗുണ ഭജനം എന്ന് വേണമെങ്കിൽ പറയാം, ഇപ്പൊ പറഞ്ഞത്. ഇനി ഇതല്ല നമുക്ക് പറ്റിയ ഇഷ്ടദേവതയുടെ രൂപത്തിലാണ്, സഗുണ ഭജനമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതും തെറ്റല്ല. അങ്ങനെയാവാം. ഏതെങ്കിലും ഒരു രൂപം സങ്കല്പിച്ചുകൊണ്ട് അതിനെ അങ്ങനെ ഭജിക്കാം, അങ്ങനെയാവാം. ഇനി അങ്ങനെയാണ് സഗുണ ഭജനാണ് നടത്തുന്നതെങ്കിലോ, തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ നിഷ്കാമമായിട്ട് എന്ത് വിചാരിക്കണം, എന്ത് ഭാവന ചെയ്യണം? താൻ ഇഷ്ടപ്പെടുന്ന ആ ദേവത തന്നെയാണ് പല രൂപത്തിൽ ഈ ലോകമായിട്ട് നിലനിൽക്കുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ദേവത തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്തൊക്കെ ഞാൻ കാണുന്നുണ്ടോ, ഇപ്പൊ കൃഷ്ണനോടാണ് നമുക്ക് താല്പര്യമെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കൃഷ്ണൻ തന്നെയാണെന്ന് ഭാവന ചെയ്യലാണ്. ഇവിടെ എന്തൊക്കെ രൂപങ്ങൾ കാണുന്നു അതെല്ലാം എന്റെ കൃഷ്ണനാണ്. കൃഷ്ണൻ തന്നെയാണ് ഈ ജഗത്തായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പുറത്തും ഉള്ളിലും തന്റെ ഇഷ്ടദേവതയുടെ സാന്നിധ്യം ഭാവന ചെയ്യുക. ഇതാണ് അതും ഭാവസമന്വിതത്വമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടി കിട്ടുന്നുണ്ടോ? ഉള്ളിലും പുറത്തും ഒരേപോലെ ഭഗവാനെ തന്നെ ഭാവന ചെയ്തുകൊണ്ടിരിക്കും. പുറത്ത് കാണുന്നുണ്ടോ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ, അതൊക്കെ ഭഗവാനാണ്. ഉള്ളിലെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചിന്തകൾ, എന്തൊക്കെ വികാരങ്ങൾ, എന്തൊക്കെ വരുന്നുണ്ടോ അതും ഭഗവാൻ, എന്റെ ഇഷ്ടദേവത തന്നെയാണ്. ഇതാണ് ഭാവസമന്വിതത്വം. അപ്പൊ ഇങ്ങനെ സഗുണമായ രീതിയിലും ഭജിക്കാം ഭഗവാനെ എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോ എന്താ സംഭവിക്കാന്ന് അറിയാമോ? ഇതും ക്രമത്തില് ആ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മാനുഭവത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ ഈ ജഗത്ത് മുഴുവൻ ഈശ്വരമയമായിട്ട് കാണുന്നെ വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ കാണാതെ ആ സത്യത്തിന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ നിഷ്കാമ ഭജനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു രൂപം വിവരിച്ചു. ഇനി ഇതിന്റെ ചില പ്രത്യേകതകളാണ് അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. അത് നമ്മൾക്ക് നാളെ നോക്കാം. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, ഈ ഭാവസമന്വിതത്വം, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നു. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടല് നിവർന്നിരിക്കട്ടെ. കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായി ശ്വാസമെടുക്കാം. സാവകാശം വൃത്തിക്ക് വിടാം. ഉള്ളിൽ അനുഭവപ്പെടുന്ന
ശാന്തി, ആനന്ദം, അതിൽ വിശ്രമിക്കും. ഓം സം സമിത്യുപസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃസഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രൈവ സമാനേന വോ ഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമഃ പൃഥവ്യേ നമഃ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.